ഓരോ ഇലക്ഷനും ജയിക്കുമ്പോൾ എവിടെയായാലും നോക്കുക, നേരത്തെ ജയിച്ചിരുന്നവർ ഏത് മതത്തിലുള്ളവരാണ്, ഇപ്പൊ ജയിക്കുന്നത് ഏത് മതത്തിലുള്ളവരാണ്. രാജ്യസഭയായാലും ലോകസഭയായാലും അസംബ്ലി ആയാലും പഞ്ചായത്തായാലും അത് ഒപ്പോസിഷൻ പാർട്ടിയുടെ കോൺഗ്രസിന്റെയും കൂടെയുള്ളവരുടെയും ഒന്ന് നോക്കാം. ഇത് ഞാൻ പറയുമ്പോൾ വർഗീയമാകും എന്നുള്ളത് ഉറപ്പാണ്. ചെയ്യുമ്പോഴും അതിലൂടെ മുമ്പോട്ട് പോകുമ്പോഴും അത് വർഗീയമല്ല. ഇതെങ്ങനെയാ ഒന്ന് അവതരിപ്പിക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇന്നത്തെ പേപ്പറിൽ വളരെ ഭംഗിയായിട്ടുള്ളൊരു വാർത്ത വന്നത്. ഞാൻ പെട്ടെന്ന് വായിക്കാം. രാഹുലിനെ വിരട്ടിയത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് കാട്ടിയിട്ട്. ഇതാണ് ഇന്നത്തെ വാർത്ത. അതില് അനാഥരായ കോൺഗ്രസിലെ ഹിന്ദു നേതാക്കൾ, ഹിന്ദു എന്നുള്ളത് കൊട്ടേഷനിലാണ്, ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് ബാങ്ക് കാട്ടി രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിയ KM മാണി, കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസിൽ കലാപം. മതത്തിന്റെ ശക്തി കാട്ടി രാജ്യസഭാ സീറ്റ് തട്ടിയെടുത്ത ഘടകകക്ഷികൾക്ക് ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് MM ഹസനും കൂട്ടുനിന്നെന്നാണ് ആരോപണം. ഒരാള് ക്രിസ്ത്യൻ, മറ്റേയാള് മുസ്ലിം. ഹിന്ദു നാമധാരികളായ നേതാക്കൾക്ക് ഇനി കോൺഗ്രസിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ എന്ന ചോദ്യവും ഒരു വിഭാഗം ചോദിക്കുന്നു. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിന്റെ ഓഫീസിന്റെ മുകളില് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് ഉയർത്തിയത് എന്നുള്ളതും ഓർമ്മിക്കുക. മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും അടിയറവ് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തകരുടെ വൻ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്ന രീതിയിലാണ് കോൺഗ്രസ് നേതൃത്വം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ വീണ കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാക്കൾ BJPയിലേക്ക് പോയേക്കുമെന്ന പ്രചരണം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നു. വേറൊന്നുമല്ല, കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നില്ലേ, രാഷ്ട്രീയത്തില് മുടിചൂടാ മന്നന്മാരായിട്ട് വളരുന്നത് മുഴുവനും ന്യൂനപക്ഷങ്ങൾ. പല രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പ് ഉള്ളതിലും പകലവര രാഷ്ട്രീയ പാർട്ടിയിലും രാത്രി അവർ വേറെ ഒന്നിലുമാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിരന്തരം പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഹൈക്കമാൻഡ് ആവർത്തിച്ചു. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ BJPയുടെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച നൂറുകണക്കിന് പരാതികളാണ് ഹൈക്കമാൻഡിലേക്ക് എത്തിയിരിക്കുന്നത്. KPCC സെക്രട്ടറി അടക്കം രാജിവെച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് KM മാണിക്ക് നൽകിയതിന്റെ ഗുണഭോക്താവ് BJP ആണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചതിക്കപ്പെട്ടെന്നുമാണ് VM സുധീരനും മറ്റുള്ളവരും ഹൈക്കമാൻഡിന് അയച്ച പരാതിയിൽ പറയുന്നത്. പ്രതിപക്ഷ നേതൃസ്ഥാനം രമേശ് ചെന്നിത്തല ഒഴിയുകയോ രാജ്യസഭാ സീറ്റ് നൽകുകയോ വേണമെന്ന നിലപാടാണ് കേരള കോൺഗ്രസിലും മുസ്ലിം ലീഗും സ്വീകരിച്ചത്. രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാനുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയാണ് സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവിനെയും മാറ്റാനാണ് ലീഗ് കേരള കോൺഗ്രസ് നീക്കം. ഇത്തരത്തിൽ ഘടകകക്ഷികൾ വിധേയപ്പെട്ട് മുന്നോട്ടു പോകുന്ന സംസ്ഥാനത്ത് പാർട്ടിയെ ഇല്ലാതെയാക്കുമെന്നാണ് ഹൈക്കമാൻഡ് ആസ്ഥാനത്തെത്തിയ പരാതികളിൽ പറയുന്നത്. രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് നൽകാനുള്ള തീരുമാനത്തിൽ AK ആന്റണിക്കും എതിർപ്പുണ്ടെന്നാണ് സൂചന. പാർട്ടിയെ കേരളത്തിൽ ഇല്ലാതാക്കുന്ന നടപടിയാണ് ഇതെന്നും വലിയ വിഭാഗം കോൺഗ്രസിനെ ഉപേക്ഷിച്ചു പോകുമെന്നും സാധ്യതയുണ്ടെന്നും AK ആന്റണി ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഇത് ഒരു വാർത്തയാണ്, പൊളിറ്റിക്കൽ വാർത്തയാണ്. ഇതിനകത്ത് സനാതന ധർമ്മത്തിന് ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ഈ ദേശീയ പാർട്ടികളെന്നറിയപ്പെടുന്നവരും പ്രാദേശിക പാർട്ടികളെന്നറിയപ്പെടുന്നവരും എല്ലാം അവരുടെ നേതൃസ്ഥാനത്തേക്ക്, ഇപ്പൊ രാജ്യസഭയിലേക്ക് CPM തീരുമാനിച്ചിരിക്കുന്നത് ഒരു മുസ്ലിമിനെയാണ്. അപ്പോ ഭരണാധികാരികള് ഭരിക്കേണ്ടവര് അവരെല്ലാം ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് ഭരിക്കപ്പെടേണ്ടവരെല്ലാം ഹിന്ദുക്കളായിത്തീരുന്നു. പഞ്ചായത്ത് തലം മുതൽക്ക് കോപ്പറേറ്റീവ് ബാങ്ക് മുതൽക്ക് കോർപ്പറേഷൻ മുതൽക്ക് ഓരോ ചെറിയ ചെറിയ സ്ഥാപനത്തിലും സംഘടനയിലും പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും അസംബ്ലിയിലും രാജ്യസഭയിലും ലോകസഭയിലുമെല്ലാം ഒഴിയുന്ന വാക്കൻസി ഏത് വ്യക്തിയുടേതായിരുന്നു, നിറയുന്ന വാക്കൻസി ഏത് വ്യക്തിയുടേതാണെന്ന് ചിന്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമുള്ള നേതാക്കൾ ഒന്ന് ശ്രമിക്കണം. പ്രത്യേകിച്ച് യുവാക്കൾ ഒന്ന് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.